ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ചാപ്റ്ററിലേക്ക് തന്നെ പോകാമല്ലോ. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കോഡ്, ആംഗിൾ ആൻഡ് ആർക്ക് ആ ഒരു സെക്ഷനായിരുന്നു നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. പഠിക്കുന്നതെല്ലാം സെയിം കാര്യങ്ങൾ തന്നെയാണ്. ഇനി വേറൊരു കാര്യം കൂടി പഠിക്കാൻ പോകുന്നത്. ഇനി നിങ്ങൾ പുതിയൊരാളെ പഠിക്കാൻ വേണ്ടി പോവാണ്. സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ. സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ. ഓക്കെ, ഇതുവരെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. ഒരു പുതിയൊരാളാണിത് അല്ലെ. ക്വാഡ്രിലേറ്ററൽ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. ക്വാഡ്രിലേറ്ററൽ എന്ന് പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് സൈഡ്സ് 4 ആയ ഒരു പോളിഗണിനെ പറയുന്ന പേരാണ് നമ്മൾ ക്വാഡ്രിലേറ്ററൽ. ഇപ്പൊ സപ്പോസ് എക്സാമ്പിളിന് സ്ക്വയർ ഒരു ക്വാഡ്രിലേറ്ററൽ ആണ്, റെക്ടാംഗിൾ ഒരു ക്വാഡ്രിലേറ്ററൽ ആണ്, പാരലോഗ്രാം ഒരു ക്വാഡ്രിലേറ്ററൽ ആണ്. ഓക്കെ, അപ്പം 4 സൈഡിലെ ഒരു പോളിഗണിനെ പറയുന്ന പേരാണ് ക്വാഡ്രിലേറ്ററൽ. ഓക്കെ, സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ എന്തെന്നാണ് നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ എടുക്കാൻ പോകുന്നത് സർക്കിൾ ആൻഡ് ക്വാഡ്രിലേറ്ററൽ എന്ന് പറഞ്ഞൊരു സെക്ഷനാണ് നമ്മൾ എടുക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ഇമ്പോർട്ടന്റ് ആയ ഒരാളാണ് സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ. ഓക്കെ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരാളാണ് സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ. സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല മക്കളെ, ഒരു ക്വാഡ്രിലേറ്ററിന്റെ സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ എന്ന് പറഞ്ഞാല് ഒരു ക്വാഡ്രിലേറ്ററിന്റെ 4 വേർട്ടിസസും ഒരു ക്വാഡ്രിലേറ്ററിന്റെ 4 വേർട്ടിസസും ഒരു സർക്കിളിലാണെങ്കിൽ, ഒരു ക്വാഡ്രിലേറ്ററിന്റെ 4 വേർട്ടിസസും ഒരു സർക്കിളിലാണെങ്കിൽ നമ്മൾ അതിന് സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ എന്ന് പറയും. ഓക്കെ, ഒരു ക്വാഡ്രിലേറ്ററിന്റെ 4 വേർട്ടിസസും സർക്കിളിലാണെങ്കിൽ നമ്മൾ അതിനെ സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ എന്ന് പറയും. ഇപ്പൊ എക്സാമ്പിൾ ഒരു സർക്കിൾ ഉണ്ട്. ഓക്കെ, ഞാൻ ഒരു ക്വാഡ്രിലേറ്റർ വരച്ചു. ക്വാഡ്രിലേറ്റർ എന്ന് പറഞ്ഞാൽ 4 സൈഡ് കണ്ടോ, 1 2 3 4. ഇതിന്റെ 4 പോയിന്റ് 4 വേർട്ടിസസും സർക്കിൾ തന്നെ ഇല്ലത്. സോ ഇങ്ങനത്തെ ക്വാഡ്രിലേറ്ററിനെ പറയുന്ന പേരാണ് സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ. ഓക്കെ, ഇഫ് ഓൾ ദി വേർട്ടിസസ് ഓഫ് എ ക്വാഡ്രിലേറ്ററൽ ആർ ഓൺ എ സർക്കിൾ, then the quadrilateral is called cyclic quadrilateral. ഓക്കെ, അതിനെ നമ്മൾ സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ എന്ന് പറയും. ഓക്കെ, അതിൽ നിങ്ങൾ അറിയേണ്ട കാര്യം, ഇൻ എനി സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ സപ്ലിമെന്ററി. നോട്ട് ദാറ്റ് പോയിന്റ്. ഇൻ എനി സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ സപ്ലിമെന്ററി. ദാറ്റ് ഈസ് ഓപ്പോസിറ്റ് വരുന്നത് ഈ ഒരു ആംഗിളും ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടണം? 180 കിട്ടണം. ഇപ്പൊ ഈ ഒരു ആംഗിൾ എക്സ് ആണെങ്കിൽ ഇത് എത്ര ആയിരിക്കും? അപ്പം 180 മൈനസ് എക്സ്. ഓക്കെ, എന്നാലും ഇത് രണ്ടും ആഡ് ചെയ്ത് നമുക്ക് 180 കിട്ടും. സോ ഈ ഒരു ആംഗിൾ എക്സ് ആണെങ്കിൽ ഈ ഒരു ആംഗിൾ എത്ര ആയിരിക്കും? 180 മൈനസ് എക്സ്. ദാറ്റ് ഈസ് ദീസ് 2 ആംഗിൾസ് ആർ സപ്ലിമെന്ററി. ഓക്കെ, അതുപോലെ ഈ ഒരു ആംഗിൾ ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടണം? 180. ഇപ്പൊ ഇത് y ആണെങ്കിൽ ഇപ്പുറത്തെ ആംഗിൾ എത്ര ആയിരിക്കണം? 180 മൈനസ് y ആയിരിക്കും. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പൊ സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. If all the vertices of a quadrilateral are on a circle, then the quadrilateral is called a cyclic quadrilateral. In any cyclic quadrilateral, opposite angles are supplementary. Okay, opposite angles കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? 180. That is, ഇതിപ്പോ 80 ആണെങ്കിൽ ഇത് എത്ര ആയിരിക്കും? 100. 180 മൈനസ് 80. ഓക്കെ, ഇതിപ്പോ 30 ഡിഗ്രി ആണെങ്കിൽ, ഇത് 30 ആണെങ്കിൽ താഴെ എത്ര ആയിരിക്കും? 180 മൈനസ് 30. That is equal to 150. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പം എഴുതിക്കോ നിങ്ങള്. If all 4 vertices of a quadrilateral are on a circle, then the quadrilateral is called cyclic quadrilateral. Then the quadrilateral is called cyclic quadrilateral. ഇതിൽ തന്നെ in any cyclic quadrilateral, ഇതിൽ തന്നെ താഴെയായിട്ട് എഴുതിക്കോ. in any cyclic quadrilateral opposite angles are supplementary. ഓക്കെ, അത്രേ ഉള്ളൂ. എന്നിട്ട് എന്താ, ഈ ഫിഗർ വരക്കാം, ഇങ്ങനെ മാർക്ക്. ഓക്കെ, ഇത്രയേ ഉള്ളൂ സൈക്ലിക് ക്വാഡ്രിലേറ്റർ എന്ന് പറഞ്ഞാൽ. ഓപ്പോസിറ്റ് ആംഗിൾസ് ആഡ് ചെയ്ത് നമുക്ക് 180 ഡിഗ്രി കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ വേർട്ടിസസ് എല്ലാം എവിടെ ആയിരിക്കും? ഒരു സർക്കിളിലായിരിക്കും. അപ്പൊ ക്വസ്റ്റ്യൻസ് ഉണ്ടാവലുണ്ട് മക്കളെ. പ്രൂവ് ദാറ്റ് ദ ഗിവൺ ക്വാഡ്രിലേറ്ററൽ ഈസ് സൈക്ലിക് എന്നെല്ലാം പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുന്നുണ്ട്. സോ അതെങ്ങനെയാ പ്രൂവ് ചെയ്യേണ്ടതെന്ന് അറിയോ? സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ ആണെങ്കിൽ നമുക്ക് എന്തറിയാം? ഓപ്പോസിറ്റ് ആംഗിൾസ് സപ്ലിമെന്ററി ആണെന്ന് അറിയാം. സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ ആണെങ്കിൽ ഓപ്പോസിറ്റ് ആംഗിൾസ് സപ്ലിമെന്ററി ആണെന്ന് അറിയാം. ദാറ്റ് ഈസ് സം ഓഫ് ദി ഓപ്പോസിറ്റ് ആംഗിൾസ് ഈസ് ഈക്വൽ
ടു 180 ഡിഗ്രി ആണെന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പം പ്രൂവ് ദാറ്റ് ദ ഗിവൺ ക്വാഡ്രിലാറ്ററൽ ഇസ് സൈക്ലിക് എന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് ആംഗിൾസ് ആഡ് ചെയ്യുന്ന സമയത്ത് എത്ര കിട്ടുന്നുണ്ട് പ്രൂവ് ചെയ്താൽ മതി, 180 ഡിഗ്രി കിട്ടുന്നുണ്ട് എന്ന് പ്രൂവ് ചെയ്താൽ മതി. അപ്പൊ 180 ഡിഗ്രി കിട്ടുമെങ്കിൽ അതെന്തായിരിക്കും, സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആയിരിക്കും. അപ്പൊ അത്രേ ഉള്ളൂ ക്വസ്റ്റ്യന്റെ ആൻസർ നമ്മൾ ചെയ്യേണ്ടത്. അത്ര സിമ്പിൾ ആണ്. ഓക്കെ, അപ്പൊ സൈക്ലിക് ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞാല് ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സം എത്രയാണെന്ന് പ്രൂവ് ചെയ്താൽ മതി, 180 ഡിഗ്രി കിട്ടുമെന്ന് പ്രൂവ് ചെയ്താൽ മതി. ക്ലിയർ ആണല്ലോ മക്കളെ? ഓക്കെ, അപ്പൊ അത് പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓരോന്നും ചെയ്യാം. ഇപ്പൊ നിങ്ങൾ ഈ ഫിഗർ മാത്രം വരച്ചിട്ട് ജസ്റ്റ് ആ തിയറി ബോക്സിലാക്കി വെക്കണം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തിയറിയാണ്. സർക്കിൾസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരാളാണ് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്ന ആള്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോകാലോടെ മക്കളെ. ഓക്കെ, പ്രോബ്ലത്തിലേക്ക് പോവാം. ഒരു ക്വസ്റ്റ്യൻ എടുക്കോ. Calculate the angles of the quadrilateral in the picture. Calculate the angles of the quadrilateral in the picture. Calculate the angles of the quadrilateral in the picture. Calculate the angles of the quadrilateral in the picture. And also the angle between their diagonals. And also the angle between their diagonals. And also the angle between their diagonals. ഓക്കെ, ഫിഗർ വരച്ച മക്കളെ. ഞാനിപ്പോൾ ചെയ്യുന്നത് പേജ് നമ്പർ 59 ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, ഒരു സർക്കിൾ ഉണ്ട്. ഓക്കെ, കുറച്ച് ആംഗിൾസ് തന്നിട്ടുണ്ട്. ഈ ഒരു ആംഗിൾ 50 ഡിഗ്രി, ഈ ഒരു ആംഗിൾ 45 ഡിഗ്രി, ഈ ഒരു ആംഗിൾ 30 ഡിഗ്രി. ഓക്കെ, നമുക്ക് പേരും കൊടുക്കാം. എ, ബി, സി, ഡി. ഇത് സെന്ററിലെ കൂടിയിട്ടല്ല കേട്ടോ മക്കളെ പാസ് ചെയ്യുന്നത്. ഇത് സെന്റർ ഒന്നല്ല, വേറെ ഏതോ പോയിന്റിലെ കൂടിയിട്ടാ പാസ് ചെയ്യുന്നത്, സെന്ററിലെ കൂടിയിട്ടൊന്നല്ല കേട്ടോ. ഓക്കെ, അപ്പൊ നോക്കിക്കോടാ, നിങ്ങളൊരു കാര്യം ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ വീഡിയോ പോസ് ചെയ്യാം. വീഡിയോ പോസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ആംഗിൾ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, നിങ്ങൾ ട്രൈ ചെയ്തിട്ട് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. എന്നിട്ട് മാത്രം ഓക്കെ നിങ്ങൾ കണ്ടുപിടിക്കാം. കിട്ടുന്നില്ലെങ്കിൽ ഓക്കെ കുഴപ്പമില്ല. കണ്ടുപിടിക്കാൻ പറ്റുന്നവരെല്ലാം എല്ലാവരും ട്രൈ ചെയ്യണം. എന്നിട്ട് നിങ്ങൾ ആൻസർ ഓക്കെ എഴുതി കഴിഞ്ഞ ശേഷം മാത്രം വീഡിയോ പ്ലേ ചെയ്യാം. എന്നിട്ട് എന്റെ ആൻസറും നിങ്ങളുടെ ആൻസറും തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ, കറക്റ്റ് ആണോ നോക്കിയാൽ മതി. അപ്പം എവിടെയൊക്കെയാണ് നിങ്ങൾക്ക് തെറ്റിയിട്ടില്ലെന്ന് കൂടി നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പം ഞാൻ പറയുന്നത് മാത്രം നോക്കി ഫോളോ ചെയ്യണ്ടേ, നിങ്ങളെ സ്വന്തമായിട്ടും കൂടി നിങ്ങളുടെ സൈഡിൽ നിന്നും കൂടി കുറച്ചും കൂടി കണ്ടുപിടിക്കാൻ നോക്കണം. അപ്പം നിങ്ങൾ എന്താ വീഡിയോ പോസ് ചെയ്യുക, ആൻസർ കണ്ടുപിടിക്കാൻ ട്രൈ ചെയ്യുക. എന്നിട്ട് ശേഷം മാത്രം വീഡിയോ പ്ലേ ചെയ്യാം. എന്നിട്ട് നമ്മുടെ രണ്ടാളുടെ ആൻസർ തമ്മിൽ എന്തൊക്കെയാണ് ഡിഫറൻസ് വരുന്നത്, എവിടെയൊക്കെയാണ് തെറ്റിയിട്ടില്ലെന്നൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ പോസ് ചെയ്തിട്ടൊന്ന് ആൻസർ കണ്ടുപിടിച്ച് അതിന് ശേഷം ഒന്ന് വീഡിയോ പ്ലേ ചെയ്യും. ചെയ്താടാ മക്കളെ? ചെയ്തല്ലോ എല്ലാവരും? ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ നോക്കിക്കോടാ, ചിലപ്പം കുറച്ചൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്തിട്ടുണ്ടാവും. വലിയ ബുദ്ധിമുട്ടേണ്ട കാര്യമൊന്നുമില്ല, നിങ്ങൾക്കൊന്ന് മര്യാദക്ക് നോക്കിയാൽ കിട്ടാവുന്നതേ ഉള്ളൂ. ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ മക്കളെ, ആദ്യം CD എന്ന് പറയുന്ന ഈ ഒരു കോഡ് എടുത്തു. കുഴപ്പമില്ലല്ലോ, CD എന്ന് പറയുന്ന ഈ ഒരു കോഡ് എടുത്തു. ഈ C എന്നും D എന്നും പോകുന്ന ഒരു ആംഗിൾ അല്ലേ ഇവിടെ ഇത്, അല്ലേ? C എന്നും D എന്നും പോകുന്ന ഒരു ആംഗിൾ അല്ലേ ഇത്. അപ്പം നമ്മൾ ഒരു തിയറി പഠിച്ചിട്ടില്ലേ, ഇൻ എനി സർക്കിൾ ദി ആംഗിൾ മെയ്ഡ് ബൈ ആൻ ആർക്ക് ഓൺ ദി ഓൾട്ടർനേറ്റ് ആർക്ക് ആർ ഈക്വൽ എന്ന് പറഞ്ഞിട്ടില്ലേ. ഇപ്പൊ AB എന്ന് പറയുന്ന ഒരു ആർക്കോ ഒരു കോഡോ എടുത്തു. അത് ഓൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾസ് എല്ലാം തന്നെ എന്തായിരിക്കും എന്ന് പഠിച്ചിട്ടുണ്ട്, ഈക്വൽ ആയിരിക്കും നമ്മൾ പഠിച്ചിട്ടില്ലേ. അപ്പൊ അങ്ങനെ നോക്കിക്കോ, CD എന്ന് പറയുന്ന ഈ ഒരു ആർക്ക് അല്ലെങ്കിൽ CD എന്ന് പറയുന്ന ഈ ഒരു കോഡ്, ആ C എന്നും D എന്നും ഇതാണ് നമ്മൾ ആർക്കെങ്കിൽ ബാക്കി മൊത്തം നമ്മൾ ഓൾട്ടർനേറ്റ് ആർക്കല്ലേടാ മക്കളെ. സോ ഈ C എന്നും D എന്നും ഓൾട്ടർനേറ്റ് ആർക്കിലേക്ക് പോകുന്ന ഒരു ആംഗിൾ അല്ലേ അല്ലേ? അത് എത്ര കിട്ടി? 45 ഡിഗ്രി. ഇതേ C എന്നും D എന്നും ഓൾട്ടർനേറ്റ് ആർക്കിലേക്ക് പോകുന്ന അടുത്തൊരു ആംഗിൾ അല്ലേടാ ഇത്. ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വരക്കണം, കുഴപ്പമില്ലല്ലോ.
ഇതാ ഇപ്പൊ ഇത് മായ്ച്ചു കളഞ്ഞാൽ നോക്കിക്കോ, കണ്ട സി എന്നും ഡി എന്നും ഓൾട്ടർനേറ്റ് ആർക്കിലേക്ക് പോകുന്ന ഒരു ആംഗിൾ ആണ് ഇത്. അതേ സി എന്നും ഡി എന്നും ഓൾട്ടർനേറ്റ് ആർക്കിലേക്ക് വരുന്ന ഒരു ആംഗിൾ ആണ് ഇത്. സോ ഇത് രണ്ടും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും അല്ലെ? ദി ആംഗിൾ മെയ്ഡ് ബൈ ആൻ ആർക്ക് ഓൺ ദി ഓൾട്ടർനേറ്റ് ആർക്സ് ആർ ഈക്വൽ. ഓൾട്ടർനേറ്റ് ആർക്ക് ആർ ഈക്വൽ. സോ ഈ ഒരു ആംഗിൾ നമുക്ക് എത്ര കിട്ടും? 45 ഡിഗ്രി. സോ ഇത് നമുക്ക് എത്ര കിട്ടി? 45 ഡിഗ്രി കിട്ടി. കുഴപ്പമില്ലല്ലോ മക്കളെ, ആ ഒരു ആംഗിൾ നമുക്ക് 45 ഡിഗ്രി കിട്ടി. ഓക്കെ, അപ്പൊ ഒരാളെ കിട്ടി നമുക്ക്. ഇനി അടുത്ത നമുക്ക് നോക്കാം. ഞാനിതാ എ ഡി എന്ന് പറയുന്ന ഈ ഒരു ആർക്ക് എടുത്തു. ഓക്കെ, ഈ എ എന്നും ഡി എന്നും ഇപ്പൊ ഇതാണ് നമ്മൾ ആർക്കെങ്കിൽ ബാക്കി മൊത്തം നമ്മൾ ഓൾട്ടർനേറ്റ് ആർക്കല്ലേ. സോ ഈ എ എന്നും ഡി എന്നും ഓൾട്ടർനേറ്റ് ആർക്കിലേക്ക് പോകുന്ന ആംഗിൾ അല്ലേ മക്കളെ ഇത്? അല്ലെ, എ എന്നും ഡി എന്നും ഓൾട്ടർനേറ്റ് ആർക്കിലേക്ക് പോകുന്ന ആംഗിൾ ആണ് ഇത് അല്ലെ. അതേ എ എന്നും ഡി എന്നും ഓൾട്ടർനേറ്റ് ആർക്കിലേക്ക് പോകുന്ന വേറൊരു ആംഗിൾ അല്ലേ ഇത്. ഇതും എ എന്നും ഡി എന്നല്ലേ പോകുന്നത്. ഇതാ ഇതിപ്പോ ഇങ്ങനെ ഇത് മായ്ച്ചു കളഞ്ഞെന്ന് വിചാരിക്കും. ഇപ്പൊ നോക്കിയ കണ്ട, എ എന്നും ഡി എന്ന് ഓൾട്ടർനേറ്റ് ആർക്കിലേക്ക് പോകുന്ന ഒരു ആംഗിൾ ആണ് ഇത്. അതേ എ എന്നും ഡി എന്ന് ഓൾട്ടർനേറ്റ് ആർക്കിലേക്ക് പോകുന്ന ആംഗിൾ അല്ലേ ഇത്. സോ അത് രണ്ടും എന്തായിരിക്കും? ദേ ആർ ഈക്വൽ. സോ ഈ ഒരു ആംഗിൾ 30 ആണെങ്കിൽ ഈ ഒരു ആംഗിൾ എത്ര കിട്ടും നമുക്ക്? 30 ഡിഗ്രി. കുഴപ്പമില്ലല്ലോ, അത് നമുക്ക് എത്ര കിട്ടി? 30 ഡിഗ്രി എന്ന് കിട്ടി. ഓക്കെ, അത് നമുക്ക് എത്ര കിട്ടി? 30 ഡിഗ്രി. ഇനി അടുത്തത് നോക്കിക്കോടാ. നമ്മളിതാ ഈ ഒരു സാധനം എടുത്തു. ഏതാ ഇത്? ബി സി എന്ന് പറയുന്ന ഒരു ആർക്ക് എടുത്തു. ഈ ബി എം സിയും ഓൾട്ടർനേറ്റ് ആർക്കിലേക്ക് ഉണ്ടാക്കുന്ന ആംഗിൾ അല്ലേ ഇത് അല്ലെ? ബി എന്നും സി ഇതാണ് നമ്മൾ ആർക്കെങ്കിൽ ബാക്കി എല്ലാം എന്തായിരിക്കും? ഓൾട്ടർനേറ്റ് ആർക്കായിരിക്കും. സോ ബി എം സിയും ഓൾട്ടർനേറ്റ് ആർക്കിലേക്ക് ഉണ്ടാക്കുന്ന ഒരു ആംഗിൾ ആണ് ഇത് അല്ലെ. അതേ ബി എം സിയും ഉണ്ടാക്കുന്ന വേറൊരു ആംഗിൾ അല്ലേടാ ഇത്. സോ ഇത് 50 ആണെങ്കിൽ ഈ ഒരു ആംഗിൾ എത്ര തന്നെയായിരിക്കും മക്കളെ? 50 ഡിഗ്രി. സോ ഇത് 50 ആണെങ്കിൽ ഇത് നമുക്ക് എത്ര കിട്ടി? 50 ഡിഗ്രി കിട്ടി. കുഴപ്പമില്ലല്ലോ, അപ്പൊ ആ ഒരു ആംഗിൾ നമുക്ക് 50 ഡിഗ്രി കിട്ടി. ഓക്കെ അല്ലേ? ഇനിയിപ്പോ വേറെ ഏതാ കാണാൻ ബാക്കിയുള്ളത്? ഈ ഒരു ആംഗിൾ അറിയില്ല, ഈ ഒരു ആംഗിൾ അറിയില്ല, അത് നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, കണ്ടുപിടിക്കാൻ കുറെ വഴികളുണ്ട്. ഏത് രീതിയിലും ആണെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാം. ഇപ്പൊ സപ്പോസ് ഇത് 50 ആയി, ഇത് 30. ഈ ഒരു ട്രയാംഗിൾ നോക്കിക്കോ, ഈ ഒരു ട്രയാംഗിൾ നോക്കിക്കോ. ഇത് 50, ഇത് 30 അല്ലെ. അപ്പൊ 50 30 കൂട്ടി എത്ര? 80 അല്ലെ. അത് 80 ആണെങ്കിൽ ബാക്കി ഒരു നിയർ ആംഗിൾ എത്ര ആയിരിക്കും? 100 ആയിരിക്കൂലേ. ഒരു ട്രയാംഗിളിന്റെ ഇന്റേണൽ ആംഗിൾസിന്റെ സം എത്രയാണെന്ന് അറിയാം നമുക്ക്? 180 എന്നറിയാം. സോ ഇത് 50 ഇത് 30 ആകുമ്പോൾ ഇത് എത്ര ആയിരിക്കും? 100 അല്ലേ. അപ്പൊ നിങ്ങൾ ഇങ്ങനെ നോക്കിയ മക്കളെ, ഇതൊരു ലൈൻ അല്ലേ. സോ ഒരു ലൈനിന്റെ ആംഗിൾ എത്ര നമുക്കറിയാം? 180 ഡിഗ്രി. സോ ഇത് 100 ആണെങ്കിൽ ഇത് എത്ര ആയിരിക്കും? 180 മൈനസ് 100 അല്ലെ. ദാറ്റ് ഈസ് ഈക്വൽ ടു 80. ഈ ഒരു ആംഗിൾ 80 എന്ന് കിട്ടി. അതുപോലെ ഇത് 100 ആണെങ്കിൽ ഇതും എത്ര ആയിരിക്കും? 100. ഓപ്പോസിറ്റ് ആംഗിൾസ്. ഇത് 80 ആണെങ്കിൽ ഇതും എത്ര ആയിരിക്കും? 80. അത് ഓപ്പോസിറ്റ് ആംഗിൾസ്. അല്ലെങ്കിൽ ഇങ്ങനെ എടുത്താലും മതി. നിങ്ങൾ കണ്ട, ഇത് ഒരു ലൈൻ അല്ലേ. സോ ഇത് 100 ആണെങ്കിൽ ഇത് എത്ര കിട്ടും? 80. കുഴപ്പമില്ലല്ലോ, അത്ര പോലെ കാര്യങ്ങളൊക്കെ ആണല്ലോ മക്കളെ. പ്രശ്നം ഉണ്ടാ അതില്ലേ. ഇനി നമുക്ക് നോക്കിക്കോ, ഞാൻ ആരാ കാണാൻ ബാക്കിയില്ലേ? എന്താ ഈ ഒരു ആംഗിളും ഈ ഒരു ആംഗിളും കാണാൻ ബാക്കിയുണ്ട്. അത് കണ്ടുപിടിച്ചുകൂടെടാ. നോക്കിക്കോ, ഈ ഒരു ട്രയാംഗിൾ കൺസിഡർ ചെയ്യും, ഈ ഒരു ട്രയാംഗിൾ കൺസിഡർ ചെയ്യും. 80 45 അല്ലേ. 18 45 ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 80 + 45 ചെയ്താൽ എത്ര കിട്ടൂടാ? 125 എന്ന് കിട്ടൂലേ മക്കളെ. ഓക്കെ, അപ്പൊ ബാക്കിയുള്ള ആംഗിൾ എത്ര ആയിരിക്കും? ബാക്കിയുള്ള ആംഗിൾ എത്ര ആയിരിക്കും? നോക്കിക്കോ, ഇത് 80 ഇത് 45. സോ നമുക്ക് ഈ ഒരു ട്രയാംഗിൾ എടുക്കണം. സോ 80 45 ആഡ് ചെയ്താൽ നമുക്ക് 125 കിട്ടും. ഇനി ബാക്കിയുള്ള ആംഗിൾ എങ്ങനെയാണ്? 180 മൈനസ് 125 അല്ലെ. ദാറ്റ് ഇസ് ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടും? 55 എന്ന് കിട്ടും. ദാറ്റ് ഇസ് ഈക്വൽ ടു 55 എന്ന് കിട്ടും. ഓക്കെ, സോ ഈ ഒരു ആംഗിൾ നമുക്ക് എത്ര കിട്ടി? ഈ ഒരു ആംഗിൾ 55 ഡിഗ്രി അല്ലെ. അതേപോലെ ഒന്നിക്കല് ഈ ട്രയാംഗിൾ എടുത്ത് കൺസിഡർ ചെയ്യാം. ഇപ്പൊ കുറെ ആംഗിൾ വന്നുകൊണ്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും അറിയില്ല. എന്നും ബി എന്നും ഓൾട്ടർനേറ്റ് ആർക്കിലേക്ക് പോകുന്ന ആംഗിൾ അല്ലേടാ ഇത്. അതേ എ എന്നും ബി എന്നും പോകുന്ന വേറൊരു ആംഗിൾ അല്ലേടാ ഇത്. സോ അത് രണ്ട് ഈക്വൽ ആയിരിക്കും. അപ്പൊ ഇതും എത്ര ആയിരിക്കും? 55 ഡിഗ്രി എന്നായിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ, ഇതൊന്നും കൂടി നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് വരച്ചിട്ട് ചെയ്ത് നോക്കാം കിട്ടാത്തവര്. എന്നിട്ട് എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിച്ചിട്ട് ക്ലിയർ ആക്കിയിട്ട് പോകണം. ഓക്കെ മക്കളെ, പ്രശ്നമില്ലല്ലോ. അപ്പൊ ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ, കുഴപ്പമില്ലല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോ. അതിലെ തന്നെ പേജ് നമ്പർ 15 ആയത് സെക്കൻഡ് ക്വസ്റ്റ്യൻ ചെയ്യാം നമുക്ക്. ഓക്കെ, ക്വസ്റ്റ്യൻ എഴുതിക്കോ. Prove that any outer angle of a cyclic quadrilateral is equal to the inner angle at the opposite vertex. Is equal to the
inner angle at the opposite vertex is equal to the inner angle at the opposite vertex is equal to the inner angle at the opposite vertex equal to the inner angle at the opposite vertex. Okay, at the opposite vertex. അപ്പോൾ നോക്കിക്കോടാ ക്വസ്റ്റ്യൻ എല്ലാവരും എഴുതിയല്ലോ. പ്രൂവ് ദാറ്റ് എനി ഔട്ടർ ആംഗിൾ ഓഫ് എ സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ ഈസ് ഈക്വൽ ടു ദി ഇന്നർ ആംഗിൾ അറ്റ് ദി ഓപ്പോസിറ്റ് വെർട്ടെക്സ്. ഓക്കെ, നിങ്ങൾക്ക് ഞാൻ ഫിഗർ വരച്ചിട്ട് സംഭവം എക്സ്പ്ലെയിൻ ചെയ്തത് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പൊ ഒരു സർക്കിൾ ഉണ്ട്. സൈക്ലിക് ക്വാഡ്രിലേറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ക്വാഡ്രിലേറ്ററിന്റെ എല്ലാ വെർട്ടിസസും സർക്കിൾ ആയെങ്കിൽ അതിന് നമ്മൾ എന്താ പറയും? സൈക്ലിക് ക്വാഡ്രിലേറ്റർ എന്ന് പറയും. അതെല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. സോ ഞാനൊരു ക്വാഡ്രിലേറ്റർ വരച്ചു. ഓക്കെ, എ ബി സി ഡി ഒരു സൈക്ലിക് ക്വാഡ്രിലേറ്റർ വരച്ചു. നോക്കിക്കോ, പ്രൂവ് ദാറ്റ് എനി ഔട്ടർ ആംഗിൾ, ഏതെങ്കിലും ഒരു ഔട്ടർ ആംഗിൾ ആയിക്കോട്ടെ. അപ്പൊ ഞാൻ ഇവിടുന്ന് എടുത്തു, ഇവിടുന്ന് പുറത്തേക്ക് എക്സ് ഉണ്ട്, എ ബി സി ഡി ഇ. അപ്പം എനി ഔട്ടർ ആംഗിൾ എന്ന് പറയുമ്പോൾ ഇതല്ലേ, എനി ഔട്ടർ ആംഗിൾ ഓഫ് എ സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ ഈസ് ഈക്വൽ ടു ദി ഇന്നർ ആംഗിൾ അറ്റ് ദി ഓപ്പോസിറ്റ് വെർട്ടെക്സ്. ഈ ഒരു ഔട്ടർ ആംഗിൾ പറയുന്നത് ഇതിന്റെ ഓപ്പോസിറ്റിൽ ഇന്നർ ആംഗിൾ ഈ ഒരു ആംഗിളിന് ഈക്വൽ ആയിരിക്കും എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. ഈ ഒരു ആംഗിളും എന്താണെന്ന് പ്രൂവ് ചെയ്യണം, നമുക്ക് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. പ്രശ്നമില്ലല്ലോ. ഈ ഒരു ആംഗിളും നമുക്ക് എന്താണെന്ന് പ്രൂവ് ചെയ്യണം? ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. പ്രൂവ് ചെയ്യാൻ പറ്റുമോ മക്കളെ? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? സംഭവം മനസ്സിലായല്ലോ. പ്രൂവ് ദാറ്റ് എനി ഔട്ടർ ആംഗിൾ ഓഫ് എ സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ, ഞാൻ ഈ ഒരു ഔട്ടർ ആംഗിൾ എടുത്തു, ഈസ് ഈക്വൽ to the inner angle at the opposite vertex. Opposite vertexil inner angle ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. സോ ഈ ഒരു ആംഗിൾ ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. എന്തെങ്കിലും വഴിയുണ്ടോ? നോക്കിക്കോ, ഞാൻ ചെയ്യാം. അപ്പൊ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ ഒരു ആംഗിൾ ഞാൻ എക്സ് ആയിട്ട് എടുത്തു. പ്രശ്നമുണ്ടോ? ലെറ്റ് ആംഗിൾ എ ബി സി ഈക്വൽ ടു എക്സ്. എ ബി സി ഇസ് ഈക്വൽ ടു ഞാൻ എന്തായിട്ട് എടുത്തു? എക്സ് ആയിട്ട് എടുത്തു. ഇത് എക്സ് ആണെങ്കിൽ ഔട്ടർ ആംഗിൾ എത്ര ആയിരിക്കും? ആംഗിൾ സി ബി ഇ എത്ര ആയിരിക്കും? സി ബി ഇ ഇസ് ഈക്വൽ ടു എത്ര ആയിരിക്കും? 180 മൈനസ് എക്സ്. ഇത് എക്സ് ആണെങ്കിൽ ഇത് എത്ര? 180 മൈനസ് എക്സ്. റീസൺ എന്താ? ലീനിയർ പെയർ അല്ലേ? ലീനിയർ പെയർ, ഇതൊരു ലീനിയർ പെയർ അല്ലേ? ഇത് ആഡ് ചെയ്ത് നമുക്ക് 180 കിട്ടണ്ടേ? സോ ഇത് എക്സ് ആണെങ്കിൽ ഇത് എത്ര ആയിരിക്കും? 180 മൈനസ് എക്സ്. എന്നാലിവിടെ കൂട്ടിയാൽ നമുക്ക് ഇത് കിട്ടും. ഇതാ ഇപ്പൊ ഒരു എക്സാമ്പിളിന് ഇത് 80 ആണെങ്കിൽ ഇപ്പുറത്തെ ആംഗിൾ എത്ര? 100. അതെങ്ങനെയാ നിങ്ങൾക്ക് കിട്ടിയത്? 180 മൈനസ് ഈ ഒരു ആംഗിൾ അല്ലെ? അങ്ങനെയല്ല 100 കിട്ടിയത്. ഫോർ എക്സാമ്പിളിന് ഈ ഒരു ആംഗിൾ 60 ആണെങ്കിൽ ഇതെത്ര? 180 മൈനസ് 60 ദാറ്റ് ഇസ് ഈക്വൽ ടു 120. സോ ഈ ഒരു ആംഗിൾ എക്സ് ആണെങ്കിൽ ഇത് എത്ര ആയിരിക്കും? 180 മൈനസ് എക്സ്. പ്രശ്നമില്ലല്ലോ. അപ്പൊ അത് നമുക്ക് കിട്ടി. ഇനി നോക്കടാ, ഈ ക്വാഡ്രിലേറ്ററൽ കൺസിഡർ ഈ ഒരു ആംഗിൾ എക്സ് ആണെങ്കിൽ ഈ ഒരു ആംഗിൾ എത്ര ആയിരിക്കും? ആംഗിൾ ഡി ഇസ് ഈക്വൽ ടു എത്ര ആയിരിക്കും? ഇത് എക്സ് ആണെങ്കിൽ ഇത് എത്ര ആയിരിക്കും? നമ്മളൊരു കാര്യം പഠിച്ചിട്ടില്ലേ? In any cyclic quadrilateral, opposite angles are supplementary. ഓർമ്മയുണ്ടോ? ഓപ്പോസിറ്റ് ആംഗിൾസ് കൂട്ടിയ 180 കിട്ടുന്നറിയാം. സോ ഇത് എക്സ് ആണെങ്കിൽ ഇത് എത്ര ആയിരിക്കും? 180 മൈനസ് എക്സ്. സംശയമില്ലല്ലോ. എന്നാലല്ലേ ഇത് രണ്ടും കൂട്ടി നമുക്ക് 180 കിട്ടും. സോ ആംഗിൾ ഡി ഈക്വൽ ടു എത്ര ആയിരിക്കും? 180 മൈനസ് എക്സ്. റീസൺ എന്ത് എഴുതാം? അല്ലെങ്കിൽ ഇതിന്റെ മുകളിൽ എഴുതിയാൽ മതി. ഇത് എഴുതുന്നതിന് മുമ്പ് we know that in any cyclic quadrilateral opposite angles are supplementary. Opposite angles are supplementary. So angle D is equal to 180 minus x. കണ്ടാ? അപ്പൊ ഇതും 180 minus x കിട്ടി, ഇതും 180 minus x കിട്ടി. സോ they are equal. കുഴപ്പമില്ലല്ലോ. അത് രണ്ടും എന്തായി? ഈക്വൽ ആയി. പ്രശ്നമില്ലല്ലോ മക്കളെ. സിമ്പിൾ അല്ലേ കാര്യം? ഓക്കെ അല്ലേ? കുഴപ്പമില്ലല്ലോ. ഓക്കെ അല്ലേ? അപ്പൊ ഇതിന്റെ ആൻസർ അത്രേ ഉള്ളൂ. സംഭവം കഴിഞ്ഞു. ഓക്കെ അല്ലേ? പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പൊ അടുത്തതിലേക്ക് പോകാലോ നമുക്ക്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ, prove that a parallelogram which is not a rectangle is not cyclic. Not a rectangle is not cyclic. മനസ്സിലായടാ? അതായത് റെക്ടാങ്കിൾ അല്ലാത്ത പാരലോഗ്രാം ഒന്നും, റെക്ടാങ്കിളും ഒരു ടൈപ്പ് ഓഫ് പാരലോഗ്രാം ആണ്,
പക്ഷെ റെക്ടാംഗിളിനെ റെക്ടാംഗിൾ പാരലോഗ്രാമിന്റെ ആംഗിൾ 90 ആണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് റെക്ടാംഗിൾ. ഓക്കെ, റെക്ടാംഗിൾ ഈസ് ഓൾസോ എ പാരലോഗ്രാം, ബട്ട് ആംഗിൾ 90 ആയതിനെ പറയുന്ന പേരാണ് നമ്മൾ റെക്ടാംഗിൾ. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ എന്തെന്ന് പറയുമോ, റെക്ടാംഗിൾ അല്ലാത്ത ഒരു പാരലോഗ്രാമും, റെക്ടാംഗിൾ അല്ലാതെ വേറെ ഒരു പാരലോഗ്രാമും സൈക്ലിക് അല്ല എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, റെക്ടാംഗിൾ അല്ലാത്ത ഒരു പാരലോഗ്രാമും എന്തല്ല എന്ന് പ്രൂവ് ചെയ്യണം, സൈക്ലിക് അല്ല എന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഒരു കാര്യം നോക്കിക്കോളാം. ഇപ്പൊ പാരലോഗ്രാം എടുത്തു എന്ന് വിചാരിക്കും. ഓക്കെ, പാരലോഗ്രാം എടുത്തു എന്ന് വിചാരിക്കും. പാരലോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താ, ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പാരലൽ ആൻഡ് ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. ഓക്കെ, ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആയിരിക്കും, ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. ഈ ഒരു ആംഗിളും ഈ ഒരു ആംഗിൾ ഈക്വൽ ആയിരിക്കും, ഈ ഒരു ആംഗിളും ഈ ഒരു ആംഗിൾ ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പൊ നോക്കിക്കോ, നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്, പാരലോഗ്രാം റെക്ടാംഗിൾ അല്ലാത്ത വേറെ ഏത് പാരലോഗ്രാമും എന്തല്ല എന്ന് പ്രൂവ് ചെയ്യണം, സൈക്ലിക് അല്ല എന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പം യൂഷ്വലി നമ്മൾ എന്താ ചെയ്യല്, നമ്മളോട് എന്താണ് നമ്മൾ ചെയ്തുകൂടാ അറിയില്ല, ആരെങ്കിലും ചെയ്തുകൂടാ അറിയില്ല, നമുക്ക് അത് ചെയ്യാനുള്ള ടെൻഡൻസി അല്ലേ കൂടുതൽ, അല്ലെ? നമ്മളോട് ആരെങ്കിലും ഇന്നത് ചെയ്തുകൂടാ പറഞ്ഞാൽ നമുക്ക് അത് ചെയ്യാതെ ഒരു സമാധാനം കിട്ടൂലല്ലോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇത് പാരലോഗ്രാം നമുക്ക് സൈക്ലിക് ആണോ നോക്കാം, സൈക്ലിക് ആണെന്ന് നോക്കാം, സൈക്ലിക് ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി ചെയ്യാം, പ്രൂവ് ചെയ്യേണ്ട പരിപാടി നോക്കാം. അപ്പൊ ഒരു കാര്യം അറിയാം, we know that in any parallelogram opposite angles are equal. So ഞാൻ ഈ ഒരു ആംഗിൾ എക്സ് ആയിട്ട് എടുത്താൽ ഈ ഒരു ആംഗിൾ എത്ര ആയിരിക്കും മക്കളെ, എക്സ്. ഓക്കെ, ഈ ഒരു ആംഗിൾ എക്സ് ആണെങ്കിൽ ഈ ഒരു ആംഗിൾ എക്സ് ആയിരിക്കും. അപ്പൊ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണെങ്കിൽ, സൈക്ലിക് ആണെങ്കിൽ ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ സപ്ലിമെന്ററി, അല്ലെ? ഓപ്പോസിറ്റ് ആംഗിൾസ് ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും, 180 ഡിഗ്രി കിട്ടും. അപ്പൊ എന്ത് എഴുതാം, ഇൻ എനി സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ, ഇൻ എനി സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ സപ്ലിമെന്ററി, ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ സപ്ലിമെന്ററി. ദാറ്റ് ഈസ് ഈ ഒരു ആംഗിളും, അല്ലെ, ആംഗിൾ എയും ആംഗിൾ സിയും ആഡ് ചെയ്താൽ എത്ര കിട്ടും നമുക്ക്, 180 കിട്ടും. അപ്പൊ എക്സ് നമുക്ക് എത്ര കിട്ടി, സോറി ആംഗിൾ എ എത്ര, എക്സ്, ആംഗിൾ സി എത്ര, എക്സ്. സോ എക്സ് പ്ലസ് എക്സ് ഇസ് ഈക്വൽ ടു 180 എന്ന് എഴുതാം. എക്സ് പ്ലസ് എക്സ് എത്ര, എക്സ് 2 പ്രാവശ്യം കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും, 2x. സോ 2x ഇസ് ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടി, 180 എന്ന് കിട്ടി. ഇൻറ്റു 2 ഇപ്പുറത്ത് വരുന്ന സമയത്ത് എന്തായിട്ട് മാറുന്നത്, ഡിവൈഡഡ് ബൈ 2. സോ എക്സ് ഇസ് ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടി, 180 ഡിവൈഡഡ് ബൈ 2, ദാറ്റ് ഇസ് ഈക്വൽ ടു 90. അതായത് നോക്കിക്കോടാ, ഈ എക്സ് എന്ന് പറയുന്നത് എത്ര കിട്ടി, 90 ഡിഗ്രി ആയിരിക്കും, അല്ലെ? അപ്പൊ 90 ഡിഗ്രി ആണെങ്കിൽ അതെന്തായിരിക്കും, റെക്ടാംഗിൾ അല്ലേ? അപ്പൊ നിങ്ങൾ എങ്ങനെ ആലോചിച്ചാൽ മതി, ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആവുകയും വേണം, കൂട്ടിയാല് 180 കിട്ടണം, അല്ലെ? നമുക്കറിയാം സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണെങ്കിൽ സം ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾസ് ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി ആയിരിക്കണം നമുക്കറിയാം. ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സമ്മ് 180 ഡിഗ്രി ആയിരിക്കണം എന്നറിയാം. അപ്പൊ ഓപ്പോസിറ്റ് ആംഗിൾസ് കൂട്ടിയാൽ 180 കിട്ടണം, അത് രണ്ടും ഈക്വലും ആവണം. അപ്പൊ ഏത് ഇൻഡു ആംഗിള് 90 അല്ലേ, 90 ഈക്വൽ ആവും, ആഡ് ചെയ്താൽ 180 കിട്ടും. അപ്പൊ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആവുകയും കൂട്ടിയാൽ 180 കിട്ടുന്ന ഒറ്റ നമ്പറിലല്ലോ, എത്ര, 90 ഡിഗ്രി. 90 ഡിഗ്രി ആണെങ്കിൽ ഇതെന്തായിരിക്കൂടാ, റെക്ടാംഗിൾ ആയിരിക്കും, അല്ലെ? അപ്പൊ എക്സ് ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി ആണെങ്കിൽ മാത്രമേ നമുക്ക് റെക്ടാംഗിളിൽ എന്തായിട്ട് കിട്ടൂ, സൈക്ലിക് ആയിട്ട് കിട്ടൂ. റെക്ടാംഗിളിന്റെ കേസിൽ മാത്രം, പാരലോഗ്രാമിന്റെ കേസിൽ മാത്രം. സോ പാരലോഗ്രാം വിച്ച് ആർ നോട്ട് എ റെക്ടാംഗിൾ ഈസ് നോട്ട് സൈക്ലിക്. ഓക്കെ, പാരലോഗ്രാം വിച്ച് ആർ നോട്ട് എ റെക്ടാംഗിൾ ഈസ് നോട്ട് സൈക്ലിക്. ഓക്കെ, അപ്പം റെക്ടാംഗിൾ അല്ലാത്ത ഒരു പാരലോഗ്രാമും എന്തല്ല മക്കളെ, സൈക്ലിക് അല്ല. റെക്ടാംഗിൾ അല്ലാത്ത ഒരു പാരലോഗ്രാമും എന്തല്ല, സൈക്ലിക് അല്ല. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ മക്കളെ, അല്ലേ? അപ്പം അടുത്തൊന്നും കൂടി ചെയ്യാം. അതിലെ 4ാമത്തെ ക്വസ്റ്റ്യൻ, പ്രൂവ് ദാറ്റ് എനി നോൺ ഐസോസിലസ് ട്രപ്പീസിയം, prove that any non-isosceles trapezium, prove that any non-isosceles trapezium is not cyclic. Prove that any non-isosceles trapezium is not cyclic. Okay. അപ്പോൾ ഈ ട്രപ്പീസ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, ഐസോസിലസ് ട്രപ്പീസ് എന്തെന്ന് അറിയോ, എന്താ അറിഞ്ഞാലല്ലേടാ നമുക്ക് ഇത് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പൊ ട്രപ്പീസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലടാ. ട്രപ്പീസ് എന്ന് പറഞ്ഞാല് 2 സൈഡ് പാരലൽ ആയിരിക്കും. ഓക്കെ, ബാക്കി 2 നോൺ പാരലൽ ആയിരിക്കും. ഇങ്ങനത്തെ സാധനത്തിനാണ് നമ്മൾ ട്രപ്പീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ട്രപ്പീസത്തിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് നിങ്ങൾ അറിയണം. അഡ്ജസന്റ് ആംഗിൾസ് സപ്ലിമെന്ററി ആയിരിക്കും. അതായത് ഇത് 2 ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും, 180 കിട്ടും. സോ ഇത് എക്സ് ആണെങ്കിൽ ഇത് എത്ര ആയിരിക്കും, 180 മൈനസ് എക്സ്. ഓക്കെ, അതുപോലെ ഈ ഒരു ആംഗിളും ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും, 180 എന്ന് കിട്ടും. സോ ഈ 2 ആംഗിൾസിന്റെ സമ്മ 180, ഈ 2 ആംഗിൾസിന്റെ സമ്മ 180 ആയിരിക്കും. ഓക്കെ, അതാണ് ട്രപ്പീസിയത്തിന്റെ പ്രോപ്പർട്ടി.
ഇൻ ഐസോസലസ് ട്രപ്പീസ് എന്ന് പറഞ്ഞാല് രണ്ട് സൈഡ് പാരലൽ ആയിരിക്കും ആൻഡ് നോൺ പാരലൽ സൈഡ്സ് ആർ ഈക്വൽ. നോൺ പാരലൽ സൈഡ്സ് ഈ രണ്ട് സൈഡ്സ് എന്തും കൂടി ആയിരിക്കും, ഈക്വലും കൂടി ആയിരിക്കും. അതാണ് ഐസോസലസ് ട്രപ്പീസ് എന്ന് പറയുന്നത്. സോ ഈ ഒരു ആംഗിൾ എക്സ് ആണെങ്കിൽ ആ ഈ ഒരു ആംഗിൾ എത്ര ആയിരിക്കും, 180 മൈനസ് എക്സ്. എന്നാൽ ആഡ് ചെയ്താൽ 180 കിട്ടും. സോ ഈ സൈഡും ഈ സൈഡ് ഈക്വൽ ആണെങ്കിൽ ഈ ആംഗിളും ഈ ആംഗിൾ എത്ര ആയിരിക്കും, ഈക്വൽ ആയിരിക്കും. സോ ഇത് എക്സ് ആണെങ്കിൽ ഇത് എത്ര കിട്ടും, എക്സ്. സോ ഇത് നമുക്ക് എത്ര കിട്ടി, 180 മൈനസ് എക്സ്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിക്കോ, ഓപ്പോസിറ്റ് ആംഗിൾസ് നോക്കിയേ. ഇത് എക്സ് ആണെങ്കിൽ ഇവിടെ 180 മൈനസ് എക്സ് കിട്ടി അല്ലെ, കൂട്ടിയാ 180 കിട്ടൂലേ. ഇത് എക്സ് ആണെങ്കിൽ ഇവിടെ നമുക്ക് എത്ര കിട്ടി, 180 മൈനസ് എക്സ്. ഇതും കൂട്ടിയാൽ നമുക്ക് 180 കിട്ടൂലേ, കുഴപ്പമില്ലല്ലോ. അപ്പം ഐസോസലസ് ട്രപ്പീസ് ആണെങ്കിൽ അതെന്തായിരിക്കും, സൈക്ലിക് ആയിരിക്കും. ഇവിടെ നോക്കിക്കോ, ഇത് രണ്ടും പാരലൽ അല്ലാത്തതുകൊണ്ട് ഈ ആംഗിളും ഈ ആംഗിൾ ഈക്വൽ അല്ല. സോ ഇത് എക്സ് ആണെങ്കിൽ ഇത് വേറെ ഏതെങ്കിലും ആംഗിൾ ആയിരിക്കും വൈ. സോ ഇത് വൈ ആണെങ്കിൽ ഇവിടെ നമുക്ക് എത്ര കിട്ടത്, 180 മൈനസ് വൈ. സോ ഇവിടെ എക്സ് ആകുമ്പം ഇവിടെ നമുക്ക് എത്ര കിട്ടണം, 180 മൈനസ് എക്സ് ആണ് കിട്ടേണ്ടത്. കിട്ടുന്നുണ്ടോ, ഇല്ല. 180 മൈനസ് വൈ, വൈ എന്ന് പറയുന്നത് വേറെ ഏതോ ആംഗിൾ ആണ്. സോ പാരലോ എന്തെന്ന്, ഓക്കെ, നോൺ ഐസോസലസ് ട്രപ്പീസിയം is not cyclic. Here നോക്കിക്കോ, sum of opposite angles is not equal to 180 degree. So therefore they are not cyclic. അപ്പം സൈക്ലിക് ആവണമെങ്കിൽ ഇത് എന്തായിരിക്കണം, ഐസോസലസ് ട്രപ്പീസ് ആയിരിക്കണം. ഈ ക്വസ്റ്റൻ അത്ര വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കൊന്നും വേണ്ട, അങ്ങനെ എക്സാമിന് ഇത് ചോദിക്കാൻ സാധ്യത കുറവാണ്. ഓക്കെ, അപ്പൊ അറിഞ്ഞിരിക്കണം. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മള് സൈക്ലിക് ക്വാഡ്രിലേറ്ററിന്റെ പ്രോപ്പർട്ടീസും കാര്യങ്ങളും അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ഒരു ക്വസ്റ്റൻസ് ചെയ്യുന്നത്. അപ്പം ഇത് എക്സ് ആണെങ്കിൽ സൈക്ലിക് ക്വാഡ്രിലേറ്റർ ആണെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ് എത്ര തന്നെ വരണം, 180 മൈനസ് എക്സ് വരണം. എന്നാലല്ലേ നമുക്ക് കൂട്ടിയാൽ 180 കിട്ടും. ഇത് എക്സും ഇത് 180 മൈനസ് വൈ, വൈ വേറെ ഏതെങ്കിലും. എക്സ് ഇപ്പൊ 10 ആണെങ്കിൽ വൈ ചിലപ്പോൾ 20 ആയിരിക്കും. അപ്പൊ ഇത് രണ്ട് ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടൂല, 180 ഡിഗ്രിന്ന് കിട്ടൂല. ഓക്കെ, അപ്പൊ ഇതാണ് പ്രശ്നം. ഓക്കെ, അപ്പം ഐസോസലസ് അല്ലാത്ത ഒരു ട്രപ്പീസിയം എന്തല്ല, സൈക്ലിക് അല്ല. ഓക്കെ, അപ്പൊ തൽക്കാലം നമുക്കിട്ട് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഇതിൽ നിങ്ങൾ മെയിൻ ആയിട്ട് നോക്കേണ്ട ആംഗിൾ കണ്ടുപിടിച്ച ക്വസ്റ്റ്യൻ ചെയ്യണം. ഇനി ഇതിൽ വേറെ 2-3 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, നമുക്കത് നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ, അപ്പൊ തൽക്കാലം നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കണം മക്കളെ, ചോദിച്ചിട്ട് ക്ലിയർ ആക്കിയിട്ട് പോകണം. ഓക്കെ, അപ്പൊ തൽക്കാലം നമുക്ക് വൈൻഡപ്പ് ചെയ്യാലോ. അപ്പൊ താങ്ക്സ് ഫോർ വാച്ചിങ്. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിച്ചിട്ട് ക്ലിയർ ആക്കിയിട്ട് പോകണം. ഓക്കെ, ശരി.